വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ കൂറുമാറ്റ വിവാദം. ലീഗ് സ്വതന്ത്രൻ കൂറുമാറാൻ സിപിഎം 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം. പണവും പദവിയും സിപിഎം ഓഫർ ചെയ്തതായി ലീഗ് സ്വതന്ത്രൻ യു ജാഫർ വെളിപ്പെടുത്തുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. വിഷയത്തിൽ അനിലക്കര നൽകിയ പരാതിയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. UDF-ഉം LDF-ഉം തുല്യനില പാലിച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ ജാഫർ തെറ്റി വോട്ട് ചെയ്തതോടെയാണ് LDF-ലെ നബീസ ജയിച്ചു കയറിയത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ വോട്ട് ചെയ്തതുമില്ല. ഇത് കോഴ വാങ്ങിയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വരവൂർ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫയുടെ സംഭാഷണമാണ് പാർട്ടി പുറത്തുവിട്ടത്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും. 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞളിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ പരസ്യമായി കോഴ വാഗ്ദാനം ചെയ്തു എന്ന് ഓഡിയോ ക്ലിപ്പിംഗ്സിലൂടെ ആ അംഗം ശ്രീ ജാഫർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ജാഫറിന് CPM നേതാവ് ബാബു സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന ഓഡിയോ സന്ദേശവും ഇതിനിടെ പുറത്തു വന്നു. ജാഫറെ, ഞാൻ ബാബുവാണ് വരപുരുന്നത്. ഞാൻ കുറെ ഉച്ചയ്ക്ക് മുതൽ തന്നെ വിളിച്ചു തുടങ്ങിയതാണ്. എന്താ പറയുക, നീ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കണത്. അവരെന്തെങ്കിലും പ്രതിഷേധം നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ടു. വേറെ ഒന്നും കേട്ടില്ല. പിന്നെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. അപ്പൊ ഒന്ന് വിളിച്ച് വിവരം തരാം കേട്ടോ. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് കോഴ ഇടപാടെന്ന് ആരോപിച്ച് അനിലക്കര രംഗത്തെത്തി. CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ വെച്ചാണ് പണം കൈമാറിയത് എന്നാണ് ആരോപണം. എരുമപ്പെട്ടി എന്ന് പറഞ്ഞ പ്രദേശത്തെ ഒരു CPM നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ വെച്ചാണ് ഇതിന്റെ പണം കൈമാറ്റം നടന്നത്. അതിനകത്ത് മുൻകൈ എടുത്തത് വടക്കാഞ്ചേരി MLA-യും അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ബസന്തലാലാണ്. കരുവന്നൂരിൽ നിന്നും കവർന്ന പണമാണ് കോഴയായി വാഗ്ദാനം ചെയ്തത് എന്നാരോപിച്ച് CPM-നെതിരെ കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മറ്റത്തൂർ വിഷയത്തോടൊപ്പം വടക്കാഞ്ചേരി കോഴ ആരോപണവും ആളിക്കത്തുമെന്ന് ഉറപ്പ്. മീഡിയ 1 തൃശൂർ.